ഹായ് ഓൾ, നമ്മുടെ മിഷൻ കാക്കി ചലഞ്ചിൻ്റെ 12ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഭൂപരിഷ്കരണം അഥവാ ലാൻഡ് റീഫോംസ് ആണ്. നിങ്ങൾ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മിഷൻ കാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള PSC യൂണിഫോം പോസ്റ്റിലേക്ക് നടത്തുന്ന എല്ലാ എക്സാംസിനും വേണ്ടിയിട്ടുള്ള ഒരു കോമൺ കോച്ചിങ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ, സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ ഫയർമാൻ, ഫയർ വുമൺ സിവിൽ പോലീസ് ഓഫീസർ, അപ്പം ഇത്തരം എക്സാംസൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോച്ചിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ചെയ്യുന്നത്, പെയ്ഡ് ക്ലാസ് അല്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ കമൻറ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഏതെങ്കിലും ജനറൽ PSC എക്സാംസിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ലൈക്ക് LDC VFA ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ ഒരുപാട് റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു GK ക്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ ക്ലാസ് കണ്ട ശേഷം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ തരണം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂപരിഷ്കരണത്തെ പറ്റിയാണ്. നമ്മളിത് 2 ക്ലാസ്സായിട്ടാണ് എടുക്കുന്നത്. ഒന്ന് ഭൂപരിഷ്കരണം ഇന്ത്യയിലും അതുപോലെ തന്നെ ഭൂപരിഷ്കരണം കേരളത്തിലും. അപ്പോൾ ചില ടോപ്പിക്കുകൾ നമ്മളിങ്ങനെ 2 പാർട്ടായിട്ട് എടുക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഒരു പോയിൻ്റ് പോലും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കേരളത്തിലെ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചുകൂടെ നമ്മൾ കേരള PSCക്ക് പഠിക്കുമ്പോൾ കുറച്ച് കേരളം ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കണം. മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ SCERT, NCERT ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അപ്പോൾ എല്ലാം കൂടെ കമ്പൈൻ ചെയ്താണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ മാക്സിമം പോയിൻറ്റ്സ് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു ഇതിലാണ് ഇത്തരത്തിൽ നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ട ശേഷം വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ടും കൂടെ ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ എത്രയൊക്കെ കവർ ചെയ്താലും നിങ്ങൾക്കറിയാം, ഇതെന്ന് പറയുന്നത് ഒരുപാട് വാസ്റ്റ് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ കവർ ചെയ്താലും ഒരു ഫിനിഷിംഗ് ഉണ്ടാവത്തില്ല, അതെൻ്റെ ഒരു ഫാക്റ്റാണ്. എന്നാൽ പോലും നമ്മൾ മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ബുക്സും എല്ലാം റെഫർ ചെയ്ത് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. എന്താണ് ഭൂപരിഷ്കരണം എന്നാണ് നമുക്ക് ആദ്യം തന്നെ നോക്കാനുള്ളത്. അപ്പോൾ ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഭൂമിയുടെ ഉടമസ്ഥതയും അതുപോലെ തന്നെ കൈവശാവകാശവും നിർണ്ണയിക്കുന്ന സമ്പ്രദായങ്ങളിലെ മാറ്റം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം പല രീതിയിലാണ് അല്ലേ. ചില സമയത്ത് ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാവും, ചില സമയത്ത് നാട്ടിലെ പ്രമാണികളുടെ കയ്യിൽ നിക്ഷിപ്തമാകും. അപ്പോൾ അതിങ്ങനെ മാറി മാറി വരും. അപ്പോൾ അത്തരത്തിൽ ഭൂമിയുടെ ഉടമസ്ഥതയിലുണ്ടായ മാറ്റങ്ങളെയാണ് ഭൂപരിഷ്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു രാജ്യത്തെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമായി കണക്കാക്കുന്നത് ഭൂമിയാണ്. കാരണം ഏത് തരത്തിലുള്ള ഒരു ഉൽപ്പാദനം നടക്കണമെങ്കിലും അവിടെ ഭൂമി എന്ന് പറയുന്ന ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമായിട്ട് ഭൂമിയെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്താണ് ഭൂപരിഷ്കരണം എന്ന് മനസ്സിലാക്കി വെക്കുക. ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥതയും അതുപോലെ തന്നെ കൈവശാവകാശവും നിർണ്ണയിക്കുന്ന സമ്പ്രദായങ്ങളിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. ഇനി എല്ലാ രാജ്യത്തെയും സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായി കണക്കാക്കുന്നത് ഭൂമിയാണെന്ന് ഓർത്തു വെക്കുക. അടുത്തായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനിയമ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ടും 4 ലക്ഷ്യങ്ങളാണ് ഇന്ത്യയിൽ നടപ്പാക്കിയ ഭൂനിയമ പരിഷ്കാരങ്ങൾക്ക് ഉണ്ടായിരുന്നെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് NCERT പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 ലക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് ജമീന്ദാരി സമ്പ്രദായം അവസാനിപ്പിക്കുക. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷിഭൂമികൾ സംയോജിപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭൂപരിധി നിർണ്ണയിക്കുക എന്നുള്ളതാണ്. ഇനി 4ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കുടിയാന്മാർക്ക് നിയമസംരക്ഷണം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലെ 4 പ്രധാന ലക്ഷ്യങ്ങളാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനിയമ പരിഷ്കാരങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ ഓരോ ലക്ഷ്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ജമീന്ദാരി സമ്പ്രദായം അവസാനിപ്പിക്കുക. നമുക്കറിയാം, നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലം അല്ലെങ്കിൽ കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ലാൻഡ് റീഫോമാണ് ജമീന്ദാരി സമ്പ്രദായം എന്ന് പറയുന്നത് അല്ലേ. അത് നമുക്കറിയാം, ഇന്ത്യയിലെ കർഷകരെ ഒരുപാട് കടക്കെണിയിലും അതുപോലെ തന്നെ പട്ടിണിയിലേക്കൊക്കെ തള്ളിവിട്ട ഒരു ലാൻഡ് റീഫോം ആയിരുന്നു എന്ന് പറയുന്നത് ജമീന്ദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പുറകെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷിഭൂമികൾ സംയോജിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ ഭൂമികൾ പല വിധത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ കൃഷിഭൂമി എന്ത് ചെയ്യണം, യോജിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ സംയോജിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭൂപരിധി നിർണ്ണയിക്കലാണ്. അതായത് ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന പരമാവധി ഭൂമിയുടെ അളവ് നിശ്ചയിക്കുക. അതായത് ഒരു പരിധി കൂടുതൽ ഭൂമി ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൈവശം വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നെങ്കിൽ പോലും പല ആൾക്കാരും ആ നിയമത്തിൽ നിന്ന് എസ്കേപ്പായി. കാരണം സ്വന്തം പേരുള്ള ഭൂമി എന്ത് ചെയ്യും, മറ്റുള്ള ആൾക്കാരുടെ പേരിലോട്ട്, അതായത് അവർക്ക് വേണ്ടപ്പെട്ട അവരെ ബന്ധുക്കാരുടെയും സ്വന്തക്കാരുടെയൊക്കെ പേരിലോട്ട് മാറ്റിക്കൊണ്ട് അവർ ഈ ഒരു നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്.
അവസാനത്തെ ലക്ഷ്യമാണ് കുടിയാന്മാർക്ക് നിയമസംരക്ഷണം നൽകുക എന്നുള്ളത്. കാരണം അവർ കൃഷി ചെയ്യുന്ന ഭൂമിയിൽ അവർക്ക് എന്ത് കിട്ടണം? അവകാശം കിട്ടണം എന്നുള്ള ഒരു രീതിയിലാണ് 4ാമത്തെ ലക്ഷ്യം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം, ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനിയമ പരിഷ്കാരങ്ങൾക്ക് 4 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 1ാമത്തേത് ജമീന്ദാരി സമ്പ്രദായം അവസാനിപ്പിക്കുക, 2 കൃഷിഭൂമി സംയോജിപ്പിക്കുക, 3ാമത്തേത് ഭൂപരിധി നിർണ്ണയിക്കുക, 4 കുടിയാന്മാർക്ക് നിയമസംരക്ഷണം നൽകുക എന്നുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലനിന്നിരുന്ന ലാൻഡ് റവന്യൂ സംവിധാനങ്ങളെ പറ്റിയാണ്. നമുക്ക് പ്രധാനമായിട്ടും 3 സമ്പ്രദായങ്ങളാണ് ആ ഒരു ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ 1ാമത്തേതാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. ഇതിനെ ജമീന്ദാരി സിസ്റ്റം എന്നും അറിയപ്പെടുന്നുണ്ട്. 2ാമത്തേതാണ് റൈറ്റ് വാരി സമ്പ്രദായം. 3ാമത്തേത് മഹൽവാരി സമ്പ്രദായം. പിന്നെ ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അഥവാ ജമീന്ദാരി സമ്പ്രദായമാണ്. 1793 പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് നിലവിൽ വരുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജമീന്ദാർമാരെന്ന് പറയുന്ന വിഭാഗത്തിനാണ് കൈമാറിയിരുന്നത്. അപ്പോൾ ജമീന്ദാർമാരുടെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ, അവരെ ഇന്ന് ടാക്സ് ആര് പിരിക്കും? ജമീന്ദാർമാർ പിരിക്കും. എന്നിട്ട് അതിനുശേഷം അവരുടെ ഒരു പോർഷൻ എടുത്ത ശേഷം ബാക്കി എന്ത് ചെയ്യും? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കൈമാറും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തെയാണ് ജമീന്ദാരി സമ്പ്രദായം അഥവാ പെർമനൻറ്റ് ലാൻഡ് സെറ്റിൽമെൻറ്റ് എന്നറിയപ്പെട്ടിരുന്നത്. ജമീന്ദാരി സമ്പ്രദായം ആരംഭിക്കുന്നത് കോൺവാലിസ് പ്രഭുവാണെന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ഏതൊക്കെ പ്രാവിശ്യകളിലാണ് ജമീന്ദാരി സമ്പ്രദായം നിലനിന്നിരുന്നതെന്നും കൂടെ ഓർത്തു വെച്ചേക്കുക. ബംഗാൾ, ബീഹാർ, ഒഡീഷ, വാരണാസി. അപ്പോൾ ഈ 4 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും ജമീന്ദാരി സമ്പ്രദായം നിലവിലുണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ജമീന്ദാരി സമ്പ്രദായത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജമീന്ദാർമാർക്കാണ്, കർഷകർക്കല്ല. അപ്പോൾ കർഷകരെ നിന്ന് എന്ത് ചെയ്യും? നികുതിയായിട്ട് ആര് കളക്ട് ചെയ്യും? ജമീന്ദാർമാർ കളക്ട് ചെയ്യുകയും അതിനുശേഷം അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലേക്ക് കൈമാറുകയും ചെയ്യും. അപ്പോൾ നികുതിയായിട്ട് ലഭിക്കുന്ന വരുമാനത്തെ മൊത്തം 11 ഭാഗങ്ങളായിട്ട് തരംതിരിക്കും. അതിനുശേഷം ആ 11ൽ ഒരു ഭാഗം എന്ത് ചെയ്യാം? ജമീന്ദാർമാർക്ക് എടുക്കാം. മിച്ചമുള്ള 11ൽ 10 ഭാഗം എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിലോട്ട്, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലോട്ട് അടക്കണം. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നികുതി വരുമാനത്തെ മൊത്തം 11 ഭാഗങ്ങളായിട്ട് തിരിക്കും. അതിൽ ഒരു ഭാഗം എന്ത് ചെയ്യാം? ജമീന്ദാർമാർക്ക് എടുക്കാം. പോയിട്ട് 10 ഭാഗം ആർക്കാണ് പോകുന്നത്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനാണ്. അപ്പോൾ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റുമായിട്ട് ഓർത്തു വെക്കേണ്ട കാര്യം, എന്നാണ് നിലവിൽ വന്നതെന്ന് ഓർത്തു വെക്കുക. 1793 ഇനി ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺവാലിസ് പ്രഭുവാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. ഇനി എവിടെയൊക്കെയാണ് നിലവിലുണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ ബംഗാൾ, ബീഹാർ, ഒഡീഷ, വാരണാസി ഇത്രയും ഭാഗങ്ങളിലാണ് ജമീന്ദാരി സിസ്റ്റം നിലനിന്നിരുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് ഭൂമിയുടെ ഉടമസ്ഥരെന്ന് പറയുന്നത് ജമീന്ദാർമാരായിരിക്കും. അവർ കർഷകരിൽ നിന്ന് എന്ത് ചെയ്യും? നികുതി പിരിക്കും. അതിനുശേഷം അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലോട്ട് കൈമാറും. ആകെയുള്ള നികുതി വരുമാനത്തെ 11 ഭാഗങ്ങളായിട്ട് തിരിക്കുകയും അതിൽ ഒരു ഭാഗം എന്ത് ചെയ്യും? ജമീന്ദാർമാരെടുക്കും. പോയിട്ട് 10 ഭാഗങ്ങൾ എന്ത് ചെയ്യും? ഗവൺമെൻറ്റിലോട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ളതാണ് റൈറ്റ് വാരി സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിലവിൽ വരുന്നത് 1820 ഓർത്തു വെച്ചേക്കണം. ഇനി റൈറ്റ് വാരി എന്ന് പറയുന്ന ആശയം ആവിഷ്കരിച്ചത് അലക്സാണ്ടർ റീഡാണ്. പക്ഷേ അത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് മൺട്രോയാണ് കേട്ടോ. മദ്രാസ് പ്രസിഡൻസിയിലാണ് ആദ്യമായിട്ട് എന്ത് നടപ്പിലാക്കുന്നത്? റൈറ്റ് വാരി സിസ്റ്റം നടപ്പിലാക്കുന്നത്. അപ്പം തിരിഞ്ഞു പോകരുത്. റൈറ്റ് വാരി എന്ന് പറയുന്ന ആശയം ആവിഷ്കരിച്ചത് അലക്സാണ്ടർ റീഡും ഇന്ത്യയിൽ ആദ്യമായിട്ട് റൈറ്റ് വാരി സമ്പ്രദായം അവതരിപ്പിക്കുന്നത് തോമസ് മൺട്രോയുമാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റ് വാരി സിസ്റ്റം എവിടെയൊക്കെയാണ് നടപ്പിലാക്കിയെന്നുള്ളതാണ്. നമുക്കറിയാം, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയെ പല രീതിയിലാണ് അവർ ഭരിച്ചിരുന്നത്. ചില പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തുകയും മറ്റ് ചില സ്ഥലങ്ങളിൽ അവർ റെപ്രസെൻറ്റേറ്റീവിനെ വെച്ചാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ റൈറ്റ് വാരി സിസ്റ്റം എവിടെയാണ് നടപ്പിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രാവിശ്യകളിലാണ് റൈറ്റ് വാരി സിസ്റ്റം നടപ്പിലാക്കിയത്. അപ്പോൾ ആ പോയിൻ്റ് ഓർത്ത് വെച്ചോണം. റൈറ്റ് വാരി സിസ്റ്റം നടപ്പിലാക്കുന്നത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങളിലാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, മദ്രാസിലാണ് ആദ്യമായിട്ട് റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കുന്നതെന്ന്. അപ്പോൾ മദ്രാസ് കൂടാതെ കൂർഗ് അതുപോലെ തന്നെ ആസാമിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ എന്ത് നടപ്പിലാക്കിയിട്ടുണ്ട്? റൈറ്റ് വാരി സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട്. അടുത്ത പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റൈറ്റ് വാരി സിസ്റ്റത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? കർഷകർക്കാണ് കൊടുത്തിരുന്നത് അല്ലേ. സമന്താരി സിസ്റ്റത്തിൽ ഉടമസ്ഥാവകാശം ആർക്കായിരുന്നു? ജമീന്ദാർമാർക്കായിരുന്നു അല്ലേ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റൈറ്റ് വാരി സിസ്റ്റത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകർക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഭൂമിയിൽ കർഷകർക്ക് എന്ത് ചെയ്യാം? കൃഷി ചെയ്യാം. പക്ഷേ അതിനകത്ത് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു പോർഷൻ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിലോട്ട് പോകും. ഗവൺമെൻറ് മീൻസ് ബ്രിട്ടീഷ് ഗവൺമെൻറ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർ നേരിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലോട്ട് എന്തടക്കേണ്ടത്? നികുതി അടക്കേണ്ടത്. അത് പണമായിട്ട് തന്നെ അടക്കണം. അതായത് അവിടെ നിന്ന് കൃഷി ചെയ്തിൽ കിട്ടുന്ന നെല്ലോ ഗോതമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. പണമായിട്ട് തന്നെ എന്ത് ചെയ്യണമായിരുന്നു? നികുതി അടക്കണമായിരുന്നു എന്ന് ഓർത്തു വെക്കുക.
പിന്നെ ഇവിടെ ഒരു ഇടനിലക്കാരെ ഒരു പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ കർഷകർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ലാഭം കിട്ടുന്നുണ്ട്. നേരത്തെ ജമീന്ദാർ സിസ്റ്റത്തിൽ എന്താണ്, ഇടനിലക്കാരുണ്ട്. അപ്പോൾ അവർക്കും പൈസ കൊടുക്കണം, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും പൈസ കൊടുക്കണം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റൈറ്റ് വാരി സിസ്റ്റത്തിൽ കുറച്ചുകൂടെ കർഷകർക്ക് എന്തുണ്ടായിരുന്നു, അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു നികുതി വ്യവസ്ഥയെക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ച് ബെറ്ററാണ് റൈറ്റ് വാരി സിസ്റ്റം എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവിൽ കുറച്ചധികം ആൾക്കാർ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, കൃഷിയിലോട്ട് കടന്നു വന്നിട്ടുണ്ട്. അടുത്തത് റൈറ്റ് വാരി സിസ്റ്റത്തിലുണ്ടായിരുന്ന നികുതി നിരക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഭൂമി എന്ന് പറയുന്നത് വരണ്ട ഭൂമിയാണ്, അതായത് ജലസേചന സൗകര്യം ഇല്ല എങ്കിൽ അവിടെ നിന്നുള്ള ലാഭത്തിൻ്റെ അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ 50% ബ്രിട്ടീഷ് ഗവൺമെൻറ് അടക്കണം. ഇനി ജലസേചന സൗകര്യമുള്ള ഒരു കൃഷിഭൂമിയാണെങ്കിൽ അവിടെ നിന്നുള്ള വരുമാനത്തിൻ്റെ 60% ഗവൺമെൻറ്റിലോട്ട് അടക്കേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, ടാക്സ് എന്ത് ചെയ്യണം, പണമായിട്ട് തന്നെ അടക്കണം. അപ്പം കൃഷി നഷ്ടം വന്നു കഴിഞ്ഞാൽ അവരിൽ എന്തുണ്ടാവില്ല, പണം ഉണ്ടാവത്തില്ല. അപ്പോൾ അത്തരത്തിൽ നികുതി അടക്കാതിരുന്നു കഴിഞ്ഞാൽ ലാൻഡ് നഷ്ടപ്പെടുന്നൊരവസ്ഥയും കൂടെ ഇതിലുണ്ടായിരുന്നു, റൈറ്റ് വാരി സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നെന്ന് ഓർക്കുക. അപ്പോൾ ആ ടാക്സ് റേറ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. വരണ്ട ഭൂമിയിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ 50%, ജലസേചന സൗകര്യമുള്ള ഭൂമിയാണെങ്കിൽ 60% ടാക്സ് അടക്കണമായിരുന്നു. അപ്പോൾ റൈറ്റ് വാരി സിസ്റ്റത്തെ പറ്റി എന്തൊക്കെയാണ് ഓർത്തു വെക്കേണ്ടത്? നിലവിൽ വരുന്നത് 1820 റൈറ്റ് വാരി എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത് അലക്സാണ്ടർ റീഡാണ്. പക്ഷേ അത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് തോമസ് മൺറോയാണ്. ഇനി എവിടെയാണ് നടപ്പിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെ നേരിട്ട് ഭരണത്തിലുള്ള സ്ഥലങ്ങളിലാണ് എന്ത് നടപ്പിലാക്കിയത്, റൈറ്റ് വാരി സിസ്റ്റം നടപ്പിലാക്കിയത്. മദ്രാസ്, അതുപോലെ തന്നെ കൂർഗ്, ആസാമിൻ്റെ ചില ഭാഗങ്ങളിൽ. ഇനി റൈറ്റ് വാരി സിസ്റ്റത്തിൽ കർഷകർക്കായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥാവകാശം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം പണമായിട്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് എന്ത് ചെയ്യണം, കർഷകർ അടക്കണമായിരുന്നു. ഇനി അതിൻ്റെ നിരക്ക് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരണ്ട ഭൂമിയാണെങ്കിൽ 50%, ജലസേചന സൗകര്യമുള്ളതാണെങ്കിൽ 60%. ഇനി പണമായിട്ട് അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭൂമി നഷ്ടപ്പെടുന്നൊരവസ്ഥയും ഏതിലുണ്ടായിരുന്നു, റൈറ്റ് വാരി സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടനിലക്കാരില്ലാതിരുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ലാഭം എന്ത് ചെയ്യാൻ പറ്റി, കർഷകർക്ക് ഉണ്ടാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവിൽ കുറച്ചധികം ആൾക്കാർ കൃഷിയോട് എന്ത് കാണിച്ചിട്ടുണ്ട്, താല്പര്യം കാണിച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് മഹൽവാരി സമ്പ്രദായമാണ്. 1833 മഹൽവാരി സമ്പ്രദായം നിലവിൽ വരുന്നത്. ഇനി മഹൽവാരി എന്ന് പറയുന്ന ആശയം ആവിഷ്കരിച്ചത് ഹോൾട്ട് മെക്കൻസിയാണ്. പക്ഷേ ഓർത്തു വെച്ചോണം, അത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ആരാണ്, വില്യം ബെൻഡിക്കാണ്. അപ്പോൾ രണ്ട് തിരിഞ്ഞു പോകരുത്. മഹൽവാരി സമ്പ്രദായം എന്ന് പറയുന്ന ആശയം ആവിഷ്കരിക്കുന്നത് ഹോൾട്ട് മെക്കൻസിയും അത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് വില്യം ബെൻഡിക്കുമാണ്. ഇനി ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് മഹൽവാരി സമ്പ്രദായം ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ പ്രൊവിൻസ്, അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ, ആഗ്ര, പഞ്ചാബ്, അതുപോലെ തന്നെ ഗംഗാ നദീതീരത്തുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെയാണ് മഹൽവാരി സിസ്റ്റം നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം അനുസരിച്ചിട്ടും ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് തന്നെയായിരുന്നു, കർഷകർക്ക് തന്നെയായിരുന്നു എന്ന് ഓർത്തു വെക്കണം. അപ്പോൾ റൈറ്റ് വാരി സിസ്റ്റത്തിലും അതുപോലെ തന്നെ മഹൽവാരി സിസ്റ്റത്തിലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകർക്കായിരുന്നു. എന്നാൽ സമീന്ദാരി സിസ്റ്റത്തിൽ ആർക്കായിരുന്നു, ജമീന്ദാർമാർക്കായിരുന്നു. അപ്പോൾ മഹൽവാരി സിസ്റ്റം എന്നതിലെ മഹൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നോ അതിലധികമോ ഗ്രാമങ്ങളുടെ കൂട്ടത്തെയാണ്. ഗ്രാമങ്ങൾക്കൊരു ഹെഡ് അഥവാ ഗ്രാമത്തലവൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ ലാംബർദാർമാരെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവർക്കാണ് നികുതി പിരിക്കുന്നതിൻ്റെ ചുമതല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മഹൽവാരി സിസ്റ്റത്തെ പറ്റി പഠിക്കേണ്ടത് എന്നാണ് നിലവിൽ വരുന്നത്, 1833. മഹൽവാരി എന്ന് പറയുന്ന സമ്പ്രദായം ആദ്യമായിട്ട് ആവിഷ്കരിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോൾട്ട് മെക്കൻസിയാണ്. പക്ഷേ അത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് വില്യം ബെൻഡിക്കാണ്. എവിടെയൊക്കെയാണ് നടപ്പിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ പ്രൊവിൻസ് ഉണ്ട്, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ഉണ്ട്, അതുപോലെ തന്നെ ആഗ്ര, പഞ്ചാബ്, ഗംഗാ നദിയുടെ തീരത്തുള്ള പ്രദേശങ്ങൾ. ഈ ഒരു സിസ്റ്റത്തിലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് തന്നെയാണ്, കർഷകർക്ക് തന്നെയാണ്. ഒന്നോ അതിലധികമോ വരുന്ന ഗ്രാമങ്ങളുടെ കൂട്ടത്തെയാണ് മഹൽ എന്ന് പറയുന്നത്. ഇനി ആ ഒരു ഗ്രാമത്തിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ലാംബർദാർമാർക്കായിരിക്കും എന്തിനുള്ള അധികാരം, നികുതി പിരിക്കുന്നതിനുള്ള അധികാരം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മഹൽവാരി സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തു വെക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂദാന പ്രസ്ഥാനത്തെ പറ്റിയാണ്. 1951 ഏപ്രിൽ 18 ഭൂദാന പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഭൂമിയും അതുപോലെ തന്നെ സ്വത്തും കൈവശമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഭൂമി ദാനമായിട്ട് സ്വീകരിക്കുകയും ഭൂമിയില്ലാത്ത പാവപ്പെട്ട ആൾക്കാർക്ക് അത് ദാനം ചെയ്യുകയും ചെയ്യുന്ന അല്ലെങ്കിൽ സൗജന്യമായിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഏതാ, ഭൂദാന പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഇത് ആരംഭിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആചാര്യ വിനോബ ഭാവെയാണ് കേട്ടോ. ഓർത്തു വെക്കുക, ആചാര്യ വിനോബ ഭാവെയാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ജയപ്രകാശ് നാരായൺ ഉൾപ്പെടെയുള്ള പ്രമുഖർ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭൂദാന പ്രസ്ഥാനത്തെ പിന്തുണച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി എവിടെയാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലുങ്കാനയിലെ പോച്ചമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഭൂദാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്നാണ് ആരംഭിക്കുന്നത്, 1951 ഏപ്രിൽ 18 ആരാണ് ആരംഭിച്ചത്, ആചാര്യ വിനോബ ഭാവെയാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ ഭൂമി ഒരുപാട് കൈവശമുള്ള ആൾക്കാരിൽ നിന്ന് ദാനമായിട്ട് സ്വീകരിക്കുകയും ഭൂമിയില്ലാത്ത പാവപ്പെട്ടവർക്കത് സൗജന്യമായിട്ട് നൽകുകയും ചെയ്യുന്നു. ഇനി ഇതിനോട് അനുകമ്പ പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് ആര്, ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്നത്. ഇനി ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലുങ്കാനയിലെ പോച്ചമ്പള്ളിയിലാണ്.
അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഓപ്പറേഷൻ ഭാർഗ. അപ്പോൾ ഓപ്പറേഷൻ ഭാർഗ നടന്ന വർഷം ഓർത്തു വെച്ചേക്കുക, 1978 പശ്ചിമ ബംഗാളിലാണ് ഓപ്പറേഷൻ ഭാർഗ നടപ്പാക്കുന്നത്. ഇനി അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ഇടത് ഗവൺമെൻറ്റാണ് എന്ത് നടപ്പാക്കുന്നത്, ഓപ്പറേഷൻ ഭാർഗ നടപ്പാക്കുന്നതെന്നും കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഓപ്പറേഷൻ ഭാർഗയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ അവിടുത്തെ പങ്ക് കൃഷിക്കാർ അഥവാ ബഗാർദാർമാരെന്നാണ് അവരറിയപ്പെട്ടിരുന്നത്. അവരെ ഭൂമിയുടെ ശരിക്കുള്ള ഉടമകളാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഓപ്പറേഷൻ ഭാർഗയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ആദ്യം തന്നെ പങ്ക് കൃഷിക്കാരെ ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ലീഗൽ അവകാശങ്ങൾ അല്ലെങ്കിൽ ഒരു നിയമ അവകാശം ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പാക്കാനായിട്ട് പറ്റും. പങ്ക് കൃഷിക്കാരെ ഭൂമിയുടെ യഥാർത്ഥ ഉടമകളാക്കുന്നതിനോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യണം, അവർ ഭൂമി ചെയ്യുന്ന ആ ഒരു ഭൂമിയിൽ അവർക്ക് കൈവശാവകാശം ഉറപ്പാക്കണം. അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന വിളവിൽ എന്ത് ചെയ്യണം, പങ്ക് കൃഷിക്കാരെ ലാഭം എന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതും ഓപ്പറേഷൻ ഭാർഗയുടെ ലക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ ഭാർഗവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ ഏത് വർഷം നടന്നു, 1978 മുതൽ 80 വരെയാണ് ഓപ്പറേഷൻ ഭാർഗ നടന്നത്. എവിടെയാണ് നടന്നത്, പശ്ചിമ ബംഗാളിലാണ് നടപ്പിലാക്കിയത്. അന്നത്തെ അവിടുത്തെ ഇടത് സർക്കാരാണെന്ന് ഓർത്തു വെക്കുക. ഇനി പ്രധാനപ്പെട്ട ലക്ഷ്യം ബഗാർദാർമാർ അഥവാ പങ്ക് കൃഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അവരെ എന്ത് ചെയ്യണം, ഭൂമിയുടെ യഥാർത്ഥ ഉടമകളാക്കി മാറ്റുകയും ചെയ്യുക എന്നതായിരുന്നു ഓപ്പറേഷൻ ഭാർഗയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓപ്പറേഷൻ ഭാർഗയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ NCERT ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് ബോണ്ടഡ് ലേബർ സിസ്റ്റത്തെക്കുറിച്ചാണ്. ബോണ്ടഡ് ലേബർ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധിത തൊഴിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ട് താല്പര്യമില്ലാതെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ നിർബന്ധിതമാവുന്നവനെയാണ് നമ്മൾ ബോണ്ടഡ് ലേബർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ജീത്ത സമ്പ്രദായത്തെക്കുറിച്ചാണ്. ജീത്ത സമ്പ്രദായം നിലനിന്നിരുന്നത് കർണാടകത്തിലാണ്. ജീത്ത സമ്പ്രദായം അനുസരിച്ചിട്ട് ഭൂവുടമകളുടെ കയ്യിൽ നിന്ന് മുൻകൂറായിട്ട് കർഷകർ എന്ത് ചെയ്യും, പണം വാങ്ങിക്കും. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും അവർ ദീർഘകാലം എന്ത് ചെയ്യണം, ആ ഒരു ഭൂമിയിൽ നിർബന്ധിതമായിട്ട് തൊഴിൽ ചെയ്യേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തെയാണ് ജീത്ത സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിലാളികൾ ലഭിച്ച പണം എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കുന്നത് വരെ അവരെന്ത് ചെയ്യണം, കൃഷിഭൂമിയിൽ പണിയെടുക്കണം. അപ്പോൾ അതൊരു നിർബന്ധിത ജോലിയായിട്ട് മാറുകയാണ്. അപ്പോൾ ജീത സമ്പ്രദായം നിലനിന്നിരുന്നത് എവിടെയാണെന്ന് ഓർക്കുക, കർണാടകയിലാണ്. ഇനി ജീത എന്ന് വിളിക്കുന്നത് ആരെയാണ്, ഭൂവുടമകളുടെ കയ്യിൽ നിന്ന് മുൻകൂറായിട്ട് പണം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത കർഷകരെയാണ് എന്ത് ചെയ്യുന്നത്, ജീത എന്ന് വിളിക്കുന്നത്. ഇനി എത്ര നാൾ തിരിച്ചെടുക്കാനായിട്ടെടുത്തോ അത്രയും നാൾ ഇവരെ ഭൂമിയിൽ എന്ത് ചെയ്യേണ്ടി വരും, നിർബന്ധിതമായിട്ട് ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജീത സമ്പ്രദായത്തിൽ പഠിച്ചു വെക്കേണ്ടത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ബോണ്ടഡ് ലേബർ സിസ്റ്റമായിരുന്നു ബഗാർ എന്ന് പറയുന്നത്. അപ്പം ഉത്തരേന്ത്യയിലാണ് ഈ ഒരു ബഗാർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നിലനിന്നിരുന്നത്. അപ്പോൾ ബഗാർ സിസ്റ്റം അനുസരിച്ചിട്ട് വർഷത്തിലെ ചില നിശ്ചിത ദിവസങ്ങളിൽ കർഷകർ എന്ത് ചെയ്യണം, ഭൂവുടമകളുടെ ഭൂമിയിൽ എന്ത് ചെയ്യണം, സൗജന്യമായിട്ട് ജോലി ചെയ്യണം. അതായത് ഒരു സേവനം പോലെ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്, ബഗാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ ചെയ്യുന്ന ജോലിക്ക് എന്തുണ്ടാവില്ല, വേതനം ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ തന്നെ ബഗാർ സിസ്റ്റം വടക്കേ ഇന്ത്യൻ ഭാഗങ്ങളിലാണ് നിലനിന്നിരുന്നതെന്നും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ബോണ്ടഡ് ലേബർ സിസ്റ്റമാണ് ഹൽപ്പതി സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൽപ്പതി സമ്പ്രദായം നിലനിന്നിരുന്നത് ഗുജറാത്തിലാണെന്ന് ഓർത്തു വെക്കുക. ഇനി ഹൽപ്പതി എന്ന പദം മീൻ ചെയ്യുന്നത് കർഷകരെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജീത്ത സമ്പ്രദായം പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഭൂവുടമകളുടെ കയ്യിൽ നിന്നിട്ട് കർഷകർ എന്ത് ചെയ്യുന്നു, മുൻകൂറായിട്ട് പൈസ മേടിക്കുന്നു. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, നിർബന്ധിതമായിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഹൽപ്പതി സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിലും തൊഴിലാളികൾക്ക് വളരെ കുറഞ്ഞ വേതനമാണ് എന്ത് ചെയ്യുന്നത്, ലഭിച്ചിരുന്നെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഹൽപ്പതി സമ്പ്രദായം എവിടെയാണ് നിലനിന്നിരുന്നത്, ഗുജറാത്തിലാണ്. ഹൽപ്പതി എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്താണ്, കർഷകരെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്താണ്, ഭൂവുടമകളിൽ നിന്ന് കടം വാങ്ങുകയും അതെന്ത് ചെയ്യാൻ പറ്റാതെ വരുന്നു, തിരിച്ച് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യണം, ആ ഒരു ഭൂമിയിൽ നിർബന്ധിതമായിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഹൽപ്പതി സമ്പ്രദായം എന്ന് പറയുന്നത്. അടുത്തായിട്ട് നോക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 പ്രകാരം എല്ലാ തരത്തിലുള്ള ഫോഴ്സ്ഡ് ലേബറും അല്ലെങ്കിൽ നിർബന്ധിത തൊഴിലും എന്ത് ചെയ്തിട്ടുണ്ട്, പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോണ്ടഡ് ലേബർ സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നിയമമാണ് 1976 ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഓർത്ത് വെക്കുക, ആർട്ടിക്കിൾ 23 ഇതിനെ പറ്റിയാണ് പറയുന്നത്, നിർബന്ധിത തൊഴിൽ പൂർണ്ണമായിട്ട് നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോണ്ടഡ് ലേബർ സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമമാണേത്, 1976 ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ടോപ്പിക്ക് ഇതുവരെ നമുക്ക് കവറായിട്ടില്ല. കാരണം നമുക്ക് കേരളത്തിലെ ലാൻഡ് റിഫോംസും കൂടെ പഠിച്ചു കഴിഞ്ഞാലേ ഈ ഒരു ടോപ്പിക്ക് കവർ ആകത്തുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മൾ 2 ക്ലാസ്സായിട്ട് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം
ഒരു പോയിൻ്റ് പോലും മിസ്സാവാതെ മാക്സിമം സിലബസ് നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഇങ്ങനെ രണ്ടായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. നമുക്കറിയാം SCRT NCRT പ്രീവിയസ് ക്വസ്റ്റ്യൻസും പോസിബിൾ ക്വസ്റ്റ്യൻസൊക്കെ എല്ലാം നോക്കുമ്പോൾ സിലബസ് ഒത്തിരി വാസ്റ്റായി പോകും. അപ്പോൾ നമ്മൾ വെറുതെ വലിച്ചു വാരി പഠിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ വേണ്ട കണ്ടൻറ്റ് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ലാൻഡ് റീഫോംസ് ഇൻ കേരള എന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാവരും പഠിച്ചു വെക്കുക. ഇനി ഇതിൻ്റെ നോട്ടോ മറ്റോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ കമൻ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.